രഹസ്യപ്രണയം. അധ്യായം 1. കോളേജിൽ 2ാം വർഷം പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പുതിയൊരു പ്രൊഫസറെ ലഭിക്കുന്നത്. അതൊരു ലേഡി പ്രൊഫസർ ആയിരുന്നു. കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. ഒത്ത ഉയരം, തൂവെള്ളയല്ലെങ്കിലും ആകർഷകമായ വെളുപ്പ്. സ്ലിം ബ്യൂട്ടിയായി വടിവൊത്ത ശരീരത്തോടെ അവർ ക്ലാസ്സിലേക്ക് കടന്നുവരുമ്പോൾ ഒറ്റനോട്ടത്തിൽ പ്രൊഫസറാണെന്ന് ആർക്കും തോന്നില്ല. ഞങ്ങളുടെ എല്ലാം കോളേജിലെ പുതിയ വിദ്യാർത്ഥിനിയോ എന്നെ ആരെയും കൊണ്ടും പറയിപ്പിക്കൂ, അത്രയ്ക്ക് സൗന്ദര്യവും യുവത്വവും ഉണ്ടായിരുന്നു അവർക്ക്. പുതിയ പ്രൊഫസർ ആദ്യമെത്തിയത് ഞങ്ങളുടെ ക്ലാസ് മുറിയിലേക്കായിരുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ അവർ സ്വയം പരിചയപ്പെടുത്തി. പേര് ആതിര. ആ മുഖവുര കഴിഞ്ഞപ്പോൾ തന്നെ ക്ലാസ്സിലെ അന്തരീക്ഷം മാറി. മുഴുവൻ ആൺകുട്ടികളുടെയും കണ്ണുകൾ അവരിൽ തന്നെ ഉടക്കി നിന്നു. കാന്തത്താൽ ആകർഷിക്കപ്പെട്ട ലോഹത്തുണ്ടുകൾ പോലെ ഒരൊറ്റ നിമിഷം പോലും കണ്ണെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആകർഷണത്തിന്റെ ഒരു പുതിയ കേന്ദ്രം ആ ക്ലാസ് മുറിയിൽ പിറവിയെടുക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ക്ലാസ്സിൽ കയറുക എന്നത് എനിക്ക് വല്ലാത്ത അലർജിയായിരുന്നു. അതുകൊണ്ടുതന്നെ ഒരു അവസരം കിട്ടിയാൽ ഡ്യൂട്ടി ലീവിന്റെ പേരിൽ ഏതെങ്കിലും പരിപാടിയുടെ കോർഡിനേഷൻ ഏറ്റെടുത്ത് ക്ലാസ്സിൽ നിന്ന് മുങ്ങുന്നതാണ് എന്റെ പതിവ്. പക്ഷേ അന്ന് എന്തോ ഒരു അബദ്ധത്തിൽ ഞാൻ ക്ലാസ്സിൽ കയറിപ്പോയി. എങ്കിലും എന്തു പറയാൻ, ആ വരവ് വെറുതെയായില്ല. ആ പ്രൊഫസറെ കാണാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ അപ്പോൾ മനസ്സിൽ കുറിച്ചു. അന്ന് ക്ലാസ്സിൽ കാര്യമായി പഠിപ്പിക്കൽ ഒന്നും നടന്നില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് നടന്നു. അപ്രതീക്ഷിതമായി പ്രൊഫസറുടെ ഒരു ചോദ്യം: ഈ ക്ലാസ്സിൽ ആരാണ് കൂടുതലായി ഇന്നൊവേറ്റീവ് ആശയങ്ങൾ വികസിപ്പിക്കാർ? ഞാൻ ക്ലാസ്സിൽ സ്ഥിരം കയറില്ലെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിലും ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിലും എനിക്ക് വലിയ താൽപ്പര്യമായിരുന്നു. അതുകൊണ്ടുതന്നെ മറ്റു വിദ്യാർത്ഥികൾ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞ ആ പേര് എന്റേതായിരുന്നു. ഉടൻ തന്നെ പ്രൊഫസർ ആകാംക്ഷയോടെ ചോദിച്ചു, ആരാ സാം? ഞാൻ എഴുന്നേറ്റു നിന്നു. എന്നെ ശ്രദ്ധിച്ച് അവർ തുടർന്നു, ഈ പീരീഡ് കഴിയുമ്പോൾ എന്നോടൊപ്പം സ്റ്റാഫ് റൂം വരെ ഒന്ന് വരണം ട്ടോ. തലയാട്ടിക്കൊണ്ട് ഞാൻ ഇരുന്നു. അപ്പോഴാണ് അടുത്തിരുന്ന കൂട്ടുകാരൻ ചെവിയിൽ പറഞ്ഞത്, യോഗമാണിടാ. പക്ഷേ നിനക്കൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ലളിതമാണ്, പെൺവിഷയങ്ങളിൽ പൊതുവെ ഞാൻ വളരെ പിന്നോട്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെങ്ങനെ പരിഹസിച്ചത്. പീരീഡ് അവസാനിച്ച ഉടൻ പ്രൊഫസർ പുറത്തിറങ്ങി. അടുത്ത ക്ലാസ് എടുക്കാനുള്ള സാർ അപ്പോൾ തന്നെ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ ആ സാറിനോട് പറഞ്ഞു, സാമിനെ ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യണം സാർ. ഒരു ഡ്യൂട്ടി ലീവ് ലഭിച്ചതിലുള്ള സന്തോഷത്തോടെ ഞാൻ പ്രൊഫസറോടൊപ്പം സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ ആതിര മാം സംസാരം തുടങ്ങി. സാം, ഇതുവരെ എന്തൊക്കെയാണ് ഇന്നൊവേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ളത്? മാം, ഞാൻ ചില സർക്യൂട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രതികരിച്ചു. സ്റ്റാഫ് റൂമിൽ എത്തി മാം സീറ്റിൽ ഇരുന്നു. ഞാൻ മുന്നിലായി നിന്നു. എന്താണെന്നറിയില്ല. എന്റെ നോട്ടം മാമിന്റെ ആകർഷകമായ രൂപത്തിലേക്ക് വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടേയിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ എന്റെ ശ്രദ്ധ മാമിന്റെ മുഖത്തേക്ക് തിരികെ കൊണ്ടുവന്നത്. സാരിയുടെ ബ്ലൗസിനു മുകളിലൂടെ ആ വടിവൊത്ത ശരീരം കാണുമ്പോൾ അത്രയും സൗന്ദര്യമുള്ള ഒരാളുടെ രൂപഭംഗി ഞാൻ കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ അസ്വസ്ഥത ശ്രദ്ധിക്കാതെ മാം തുടർന്നു, സാം, ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പ്രിൻസിപ്പാൾ എന്നെ മറ്റൊരു ദൗത്യം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ ഒരു ഇന്നൊവേഷൻ സെൽ രൂപീകരിച്ച് വികസിപ്പിക്കുക. മാം ഒരു നിമിഷം നിർത്തി. പ്രിൻസിപ്പാൾ അപ്പോൾ തന്നെ നിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എങ്കിലും അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ക്ലാസ്സിൽ വെച്ച് ചോദ്യം ചോദിച്ചത്. ഞാനൊന്നും മൂളി. മാമിന്റെ ശബ്ദം കടുത്തു, എന്താ സാം? നിനക്ക് താൽപ്പര്യമില്ലേ? താൽപ്പര്യക്കുറവൊന്നുമില്ല മാം. പക്ഷേ. എന്താ സാം, നിനക്ക് പിന്നെ ഒരു പക്ഷേ? അത് മാം, ഇത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. വളരെ ആലോചിച്ച് ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒന്നാണ്. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചില്ലെങ്കിൽ ഇന്നൊവേഷൻ സെൽ വെറുമൊരു ട്രൂപ്പായി മാറും. സാം പറയുന്നതിലെ ഗൗരവം എനിക്ക് മനസ്സിലായി. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? ശ്രമിക്കാം മാം. ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കാം. പക്ഷേ. വീണ്ടും ഒരു പക്ഷേ. നിന്റെ കണ്ടീഷൻസ് കേൾക്കട്ടെ. തുടങ്ങുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ടു പോകണം. അല്ലെങ്കിൽ നമ്മൾ നാണം കെടും. എന്റെ ആദ്യത്തെ കണ്ടീഷൻ, ഇന്നൊവേഷൻ സെല്ലിൻ മാത്രമായി ഒരു റെസ്ട്രിക്റ്റഡ് ലാബ് വേണം. ഇത്രയേ ഉള്ളോ? കഴിഞ്ഞില്ല മാം. 2. കൃത്യമായ സെലക്ഷൻ പ്രൊസീജിയറിലൂടെ മാത്രമേ ആളുകളെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ആർക്കും കയറി നിരങ്ങാനുള്ള ഇടമാവരുത് ഇത്.
3 മാം കട്ടയ്ക്ക് കൂടെയുണ്ടാവണം. 4 ഇന്നൊവേഷൻ സെൽ 24 മണിക്കൂറും തുറന്നിരിക്കണം. ഏറ്റവും പ്രധാനം, സെല്ലിൽ ഇരുന്നാൽ അറ്റൻഡൻസ് ലഭിക്കണം. മാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഡാ, നീ അറ്റൻഡൻസ് കിട്ടാനുള്ള വഴിയുണ്ടാക്കുകയാണോ? അല്ല മാം. അറ്റൻഡൻസിന് വേറെ വഴികൾ കോളേജിൽ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞത്, അടിയകൾക്ക് വേണ്ടി സമയം കളയുന്നവർക്ക് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ ആരും ഇതിനിറങ്ങില്ല. പരീക്ഷ എഴുതാൻ അറ്റൻഡൻസ് വേണ്ടേ? മനസ്സിലായി. മറ്റ് കണ്ടീഷൻസ്? മാം, ഞാൻ ഒരു കാര്യത്തിൽ മുഴുകിപ്പോയാൽ പിന്നെ സമയം നോക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സപ്പോർട്ടിന് മാമിനെ ആവശ്യമായി വന്നാൽ എനിക്ക് കിട്ടണം. അങ്ങനെ ഞാൻ ഈ പുതിയ ബന്ധത്തിന്റെ അടിത്തറയ്ക്കുള്ള വിത്ത് പതിയെ പാകി. മാം ഉടൻ പ്രതികരിച്ചു, ഓക്കെ സാം. എന്റെ ഭാഗത്തു നിന്ന് സമ്മതമാണ്. ഇനി പ്രിൻസിപ്പാളിന്റെ അനുവാദം കൂടി വേണം. നമുക്ക് ഇപ്പോൾ തന്നെ പ്രിൻസിയെ പോയി കണ്ടിട്ട് വരാം. താനും വാ. ഞാൻ മാമിന്റെ പുറകിലായി നടന്നു തുടങ്ങി. ആ നടത്തം കണ്ടപ്പോൾ എന്റെ നിയന്ത്രണം പോകുമോ എന്ന് വരെ തോന്നിപ്പോയി. പുറകിൽ നിന്ന് കാണുമ്പോൾ മുന്നിൽ നിന്ന് കാണുന്നതിനേക്കാൾ ആകർഷകത്വമുണ്ടായിരുന്നു. ഒത്ത ആ അരക്കെട്ട് ആരെയും ഭ്രമിപ്പിക്കും. അറിയാതെ എന്റെ കൈ അതിൽ പതിഞ്ഞു പോകുമോ എന്നുവരെ ഞാൻ ഭയന്നു. അപ്പോഴാണ് മാം പെട്ടെന്ന് തിരിഞ്ഞുനിന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചത്, നീയെന്തിനാ പിന്നിൽ നടക്കുന്നത്? കൂടെ വാ. അത്രയ്ക്ക് റെസ്പെക്റ്റ് ഒന്നും വേണ്ട. നമ്മൾ ഒരുമിച്ചല്ലേ ഇതാരംഭിക്കുന്നത്, അപ്പോൾ ഒരു ഫ്രണ്ട്ലി ആയ സ്വഭാവമാണ് നല്ലത്. മാമിന്റെ ചിരി കണ്ടപ്പോൾ ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ മാമിന്റെ അടുത്തേക്ക് മാറി, ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നടന്നു. സാം, ഇതിൽ ലാബിന്റെ കാര്യമാണ് എനിക്ക് സംശയം. പ്രിൻസിപ്പാൾ സമ്മതിക്കുമോ? ഞാനൊന്നും മൂളി. ഇത്രയൊക്കെ പ്ലാനിംഗ് നിന്റെ മനസ്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല വർക്ക് ഔട്ട് ചെയ്ത പോലെയാണ് നീ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ആ കാര്യത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമായി. അയ്യോ, ഞാൻ മനസ്സിൽ ഓർത്തു, ആ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ വായി നോക്കിയത് മാം കണ്ടിട്ടുണ്ടാവുമോ? ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങൾ പ്രിൻസിപ്പാളിന്റെ കേബിന് മുന്നിലെത്തി. മാം അകത്തു കയറാൻ നോക്കിയപ്പോൾ അവിടെ മറ്റൊരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. 15 മിനിറ്റ് കാത്തിരിക്കാൻ പ്രിൻസിപ്പാൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പുറത്തുള്ള സോഫയൊക്കെയിട്ട് മനോഹരമാക്കിയ വെയിറ്റിംഗ് റൂമിലേക്ക് പോയി. സിംഗിൾ സോഫയിൽ മാം ഇരുന്നു. 3 പേർക്കിരിക്കാവുന്ന സോഫയിൽ മാം ഇരിക്കുന്നതിന്റെ അടുത്ത് ഞാനും ഇരുന്നു. അപ്പോഴാണ് എനിക്ക് മാമിന്റെ സൈഡ് വ്യൂ വ്യക്തമായി കാണാൻ കഴിഞ്ഞത്. എന്റെ സാറേ! മുൻഭാഗം തള്ളി നിൽക്കുന്നു. കണ്ടാൽ അറിയാം, ഉടഞ്ഞുപോകാത്ത ആ രൂപത്തിന് അത്രയ്ക്ക് മനോഹരമായ ഷേപ്പ് ഉണ്ടായിരുന്നു. മാമിനെ കണ്ടാൽ സിനിമാ നടി നിഖിലയെപ്പോലെ ഒരു കട്ടുണ്ട്, നിറവും അതുപോലെ തന്നെ. സത്യം പറഞ്ഞാൽ അവിടെയിരുന്ന് നോക്കി വെള്ളമിറക്കി ആസ്വദിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയത്. കാരണം ആ മുറിയിൽ ക്യാമറയുണ്ട്. എന്റെ നോട്ടം അതിൽ പതിഞ്ഞാൽ ഇന്നൊവേഷൻ സെല്ലിന് പകരം എന്നെ കൊടുത്ത് കോളേജിൽ നിന്ന് പറഞ്ഞേക്കും. പുറകെ വന്ന മാം ചിരിയോടെ ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നത്? നീ ഇപ്പോൾ മുങ്ങരുത്. ഞാൻ പറഞ്ഞു, അയ്യോ, ഞാൻ മുങ്ങിയതല്ല മാം. ക്യാമറക്കടിയിൽ അധിക സമയം ഞാൻ നിന്നാൽ അവർ എന്നെ വെച്ച് സിനിമയെടുക്കും. അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. മാം ചോദ്യഭാവത്തിൽ, മനസ്സിലായില്ല. ഞാൻ വിഷയം മാറ്റി, ഒന്നുമില്ല മാം. ഞാൻ പതിയെ മാമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമം തുടങ്ങി. മാം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? മാസ്റ്റേഴ്സ് കഴിഞ്ഞോ? ഡാ, നീ നിർത്തി ചോദിക്ക്. ഞാൻ കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞതേയുള്ളൂ. ഇവിടെ ടെക് എൻറോൾ ചെയ്യുന്നുണ്ട്, കൂടെ പഠിപ്പിക്കലും. ഇതാണ് പ്ലാൻ. അത് കേട്ടതും ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു, അയ്യോ, അപ്പോൾ മാമിന് എന്നെക്കാളും വെറും 2 വയസ്സ് കൂടുതലുള്ളൂ അല്ലേ? വെറുതെയാണോ കാണുമ്പോൾ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണെന്ന് തോന്നുന്നത്? മാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡാ, നീ എന്നെ വല്ലാതെ പുകഴ്ത്തരുത്. ഞാൻ നിന്റെ പ്രൊഫസറാണ്. അപ്പോഴേക്കും നീ ഏജ് ഡിഫറൻസൊക്കെ നോക്കിയോ? അങ്ങനൊന്നുമില്ല മാം. മാം അല്ലേ ഫ്രണ്ട്ലിയായി നിൽക്കാൻ പറഞ്ഞത്? അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഏജ് ഗ്രൂപ്പ് ആണോയെന്ന് നോക്കണ്ടേ? അല്ല, മാമിന്റെ നാടെവിടെയാ? എന്റെ നാട് പാലാ. അറിയാവോ? കേട്ടിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. മാം ഉടനെ പ്രതികരിച്ചു, ഇനി വരാമല്ലോ. ഞാനൊന്നും മൂളി. മാം വീണ്ടും ചിരിച്ചു, വാ, നമുക്ക് വെയിറ്റിംഗ് റൂമിലിരിക്കാം. നീ സിനിമ എടുക്കാനുള്ള കോണ്ടന്റ് കൊടുക്കാഞ്ഞാൽ മതി.
മാം പൊട്ടിച്ചിരിച്ചു. എന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങളായി. ഞാൻ നോക്കി വെള്ളമിറക്കിയത് മാം കണ്ടുകാണുമോ? ഞാൻ മെല്ലെ വെയിറ്റിംഗ് റൂമിലേക്കു കയറി സോഫയിൽ ഇരുന്നു. 1 മിനിറ്റ് ആയപ്പോഴേക്കും പ്രിൻസിപ്പാൾ മീറ്റിംഗ് കഴിഞ്ഞു വന്നു. ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ പ്രിൻസിപ്പാളിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ സമ്മതിച്ചു. ഒരാഴ്ചക്കകം ഫിംഗർ പ്രിന്റ് ആക്സസ് ഉള്ള ലാബ് അനുവദിക്കാമെന്ന് ഉറപ്പു നൽകി. സാം, നീയായിരിക്കും ഇന്നൊവേഷൻ സെല്ലിന്റെ സ്റ്റുഡന്റ് ഇൻചാർജ്, സ്റ്റാഫ് ഇൻചാർജ് ആതിര ടീച്ചറും. 24 മണിക്കൂറും ലാബിന് ആക്സസ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഇതിനാവശ്യമായ നിയമങ്ങളും മറ്റും ഉണ്ടാക്കി എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തരണം. അതിനുശേഷം ഞാൻ ഒഫീഷ്യൽ സർക്കുലർ ഇറക്കും. കൂടാതെ കോളേജ് മാനേജ്മെന്റുമായി നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടാകും. അതുവരെ നിങ്ങൾ നന്നായി പ്രിപ്പയർഡ് ആയിരിക്കണം. മാം സന്തോഷത്തോടെ പറഞ്ഞു. ആ കാര്യങ്ങളിൽ ഇവൻ മിടുക്കനാണ്. ഞാൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ ഇവൻ തന്ന സജഷൻസാണ് ഇപ്പോൾ സാറിനോട് ഞങ്ങൾ പറഞ്ഞത്. അതെനിക്കറിയാവുന്നതുകൊണ്ടല്ലേ ടീച്ചറോട് ഇവനെ തന്നെ കൂട്ടാൻ പറഞ്ഞത്. പ്രിൻസിപ്പാൾ ചിരിച്ചു. ഞങ്ങൾ പ്രിൻസിപ്പാളിന്റെ റൂമിൽ നിന്നും ഇറങ്ങി ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലേക്ക് നടന്നു. മാമിന്റെ മുഖത്ത് വിജയത്തിന്റെ സന്തോഷം വ്യക്തമായിരുന്നു. മാം പറഞ്ഞു, സാം, ഇനി ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. ഈവനിംഗ് ക്ലാസ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കിരുന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഓക്കെ പറഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ മാം പുറകിൽ നിന്ന് വിളിച്ചു. എന്നിട്ടൊരു ഷേക്ക് ഹാൻഡ് തന്നു. പുഞ്ചിരിയോടെ അവർ പറഞ്ഞു, അപ്പോൾ നമുക്കിനി ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ താങ്ക് യു പറഞ്ഞു പോന്നു. പക്ഷേ രണ്ടുപേരും ഇൻചാർജ് ആയിട്ടിരിക്കുമ്പോൾ എന്തിനാണ് എന്നോട് മാത്രം ഓൾ ദി ബെസ്റ്റ് പറഞ്ഞതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും വേണ്ടില്ല എന്നും പറഞ്ഞ് ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിൽ ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. സമയം എത്രയും പെട്ടെന്ന് വൈകുന്നേരമായി കിട്ടണം. എന്നാൽ മാത്രമേ ആതിര മാമിനോട് ഒന്നുകൂടി അടുക്കാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കൂ. ഇന്നത്തെ വൈകുന്നേരം എന്റെ കഥയിലെ ഒരു വലിയ വഴിത്തിരിവാകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ ഭാഗങ്ങൾ അറിയാൻ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്.